നമസ്കാരം. ഇപ്പോൾ ഒരു 4 ദിവസമായിട്ട് പ്രധാന വാർത്ത പാർട്ടി നന്നാവാൻ വേണ്ടി പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്തുകൊണ്ടാണ് തോറ്റുപോയത്, 19 സ്ഥലത്തും തോറ്റുപോയത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ഈ എളിയവനൊരു കാര്യം പറഞ്ഞു തരാനുണ്ട്. പാവപ്പെട്ട പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടുത്തെ അഴിമതിക്കും അക്രമത്തിനും കൈക്കൂലിക്കും സ്വർണ്ണക്കടത്ത്, കഞ്ചാവ്, മയക്കുമരുന്ന് എന്തെങ്കിലും ആവട്ടെ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാതിരുന്നാൽ തന്നെ പാവങ്ങളുടെ പാർട്ടി വീണ്ടും പാവങ്ങളുടെ പാർട്ടിയായിട്ട് വരും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നയനാര് വരെ വളരെ നല്ല പ്രസ്ഥാനമായിരുന്നു. അന്നും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയില്ല. അതിന് 1-2 ഉദാഹരണം പറഞ്ഞു തരാം. ഒന്ന്, ഇവിടെ എന്ത് നിർമ്മാണ പ്രവർത്തികൾ നടന്നാലും അഴിമതി നടന്ന് നമ്മളത് ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ പറയും BJP ഗവൺമെന്റ് അങ്ങനെ ചെയ്യുമല്ലേ, UP-യിൽ അത് ചെയ്യുമല്ലേ എന്ന്. രണ്ടാമത്തെ പ്രശ്നം, കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വിജിലൻസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് മേയർ പറയുന്നത് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഗാലക്സി ബിൽഡേഴ്സിന്റെ ഉടമസ്ഥൻ അവിടെ വന്നിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരാളുമായിട്ട് വന്നപ്പോൾ ആ ഇടപാടൊന്നും ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷെ സത്യസന്ധനായ മേയർ വഴിവിട്ടൊന്നും ചെയ്യാതെ അദ്ദേഹത്തെ കവച്ചു വെച്ച് ആരോ നടത്തിവിടാം. അത് ചിലപ്പോൾ മന്ത്രിയായിരിക്കാം, വേറെ വല്ലവരും ആയിരിക്കാം. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഒരു കെട്ടിടം പണി തീരുന്നതിന് മുമ്പ് തീർന്നു എന്നും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും മേടിക്കാൻ വേണ്ടി അവിടെ ഈ ഫ്ലാറ്റ് ഉടമ, കേരളത്തിൽ നിരവധി തട്ടിപ്പ് നടത്തുന്ന ഈ ഫ്ലാറ്റ് ഉടമ അവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ മേയർ പറഞ്ഞു പറ്റില്ല. പക്ഷെ മേയർ അറിയാണ്ട് അത് കൊടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മേയറിനെ കവച്ചു വെച്ച് അവിടെ ആരോ കാര്യം നടത്തുന്നുണ്ട്. രണ്ടാമത്, ഈ കൊടുത്ത സർട്ടിഫിക്കറ്റ് ററയിലെ അപ്പലേറ്റ് അതോറിറ്റി ആയ ജസ്റ്റിസ് ഉബൈദ് കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് കൊടുത്ത സർട്ടിഫിക്കറ്റ് തിരിച്ചു പിടിച്ചു. ഇപ്പോൾ ഞങ്ങൾ വിജിലൻസിലും പരാതി കൊടുത്തു. ഒന്നും ആയിട്ടില്ല, അവിടെ ഇരിപ്പുണ്ട്. 3 മാസമായി വിജിലൻസിൽ പരാതി കൊടുത്തിട്ട്. കൊച്ചിൻ കോർപ്പറേഷനിലെ ഏത് ഉദ്യോഗസ്ഥനാണ് വഴിവിട്ട് പണി തീരാത്ത ആ കെട്ടിടത്തിന് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കൊടുത്തത്? ഇത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന അഴിമതികളിലെല്ലാം തന്നെ തട്ടിപ്പിലും വെട്ടിപ്പിലും പാർട്ടിയുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. പോലീസിനെ ആയാലും കോർപ്പറേഷൻ സെക്രട്ടറിമാരായാലും മുനിസിപ്പാലിറ്റിയിലും ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആയാലും ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ പാർട്ടിക്കാരാണ്. ജനങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രസിമോൻ എന്നുള്ള ഒരു പാലക്കാട് പാവപ്പെട്ട ഒരു മനുഷ്യൻ ഫ്ളാറ്റിന് പൈസ 43 ലക്ഷം രൂപ കൊടുത്തിട്ട് 4 കൊല്ലം കോടതി കയറി ഇറങ്ങണം. നിങ്ങൾ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും എപ്പോഴും ബിൽഡേഴ്സിന്റെ ഒപ്പമായിരിക്കും, ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ ഒപ്പമായിരിക്കും. കാരണം അവരുടെ ഇന്ന് നന്നായിട്ട് ഉരുട്ടി വിഴുങ്ങാൻ പറ്റും. അതേ സ്ഥാനത്ത് ഫ്ളാറ്റ് തട്ടിപ്പിൽപ്പെടുന്നവനാവട്ടെ ചില്ലറേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് പൂജാരി വന്നാലും ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ ഈ പാർട്ടി നന്നാവണമെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷനിലെ ഈ അഴിമതി ഒരു വെല്ലുവിളിയായിട്ട് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഏറ്റെടുക്കാൻ പറ്റുമോ? പോളിറ്റ് ബ്യൂറോയോ ഏത് ബ്യൂറോ ആവട്ടെ. കൊച്ചിൻ കോർപ്പറേഷനിൽ നഗ്നമായ പകൽ കൊള്ള ഒരു ഫ്ളാറ്റ് ഉടമ കൈക്കൂലിയുമായി വന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ പാർട്ടിക്ക് ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു വന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഞാനത് കൊടുത്തില്ലെന്ന് പറയുന്നു. പക്ഷെ അയാൾ അത് സംഘടിപ്പിച്ചു. എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിൽ നടന്ന ഈ കള്ളത്തരത്തിന്റെ മുഴുവൻ രേഖകളും മുഴുവൻ പേപ്പറുകളും കൃത്യമായി പകൽ പോലെ നല്ല 1-ാം ക്ലാസ് പാല് പോലെ എൻ്റെ അടുത്ത് ഇതിന്റെ തെളിവിരിപ്പുണ്ട്. നടപടി എടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ പാർട്ടിക്കും നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും എത്ര രൂപ കിട്ടി എന്ന് ഈ ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയും. നമ്മുടെ TP വധക്കേസിലെ പ്രതികളോട് നിങ്ങൾ കാണിക്കുന്ന കാരുണ്യം പോലെ കൊച്ചിൻ കോർപ്പറേഷനിൽ നടന്ന ഇത്രയും വലിയ അഴിമതി പാർട്ടി സെക്രട്ടറിക്കോ പോളിറ്റ് ബ്യൂറോനോ മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നട്ടലുള്ള സത്യസന്ധമാണെന്ന് പറയുന്ന ആർക്കെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുക്കാമെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇനി അന്തം കമ്മി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കില്ല. പകൽ പോലത്തെ ഒരു കള്ളത്തരമാണ് നിങ്ങളുടെ മുമ്പിൽ കൊച്ചി മേയർ പറഞ്ഞതും അതനുസരിച്ച് അവിടെ നടന്നതും കാണിച്ചു തരുന്നത് വിത്ത് രേഖകൾ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സത്യത്തിന്റെയും പാവങ്ങളുടെയും ന്യായത്തിന്റെ ഒപ്പമാണെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക. അല്ലെങ്കിൽ ഈ ജാതി ഉടായ്പും കൊണ്ടൊന്നും നടക്കാൻ പറ്റൂല. അടുത്ത നിയമസഭ ഇലക്ഷനിൽ ഈ പൈസ പോലും കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല.
കാരണം ജനങ്ങൾ അരിയാഹാരം നിർത്തി ഇപ്പൊ ചപ്പാത്തിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും അവരെ വിഡ്ഢികളാക്കരുത്. ഒരിക്കൽ കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ LDFന്റെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയൊക്കെ അല്പം മാന്യതയും ജനങ്ങളോട് കടപ്പാടുമുണ്ടെങ്കിൽ വെല്ലുവിളിയായിട്ട് ഇത് ഏറ്റെടുക്കുക. എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിൽ നടന്ന ഒരു പകൽ കൊള്ള രേഖാമൂലം അറിയിച്ചാൽ നിങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പറ്റുമോ? ഇതാണ് വെല്ലുവിളി. കഴിയുമെങ്കിൽ ഏറ്റെടുക്കുക. അല്ലാണ്ട് കൊട്ടേഷൻ കൊടുത്ത് തേറി പറഞ്ഞ് കൈയും കാലും വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് അലവലാദികൾക്കും പറ്റുന്നതാണ്. അതല്ല ചെയ്യേണ്ടത്. എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിൽ നടന്ന ഇത്രയും വലിയൊരു അഴിമതി കോടതി പോലും പറഞ്ഞിട്ട്, ററയിലെ ജസ്റ്റിസ് ഉബൈദ് പോലും പറഞ്ഞിട്ട് അവിടെ ഒരു കോപ്പും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കില്ല. അപ്പൊ പാർട്ടി നന്നാവണമെങ്കിൽ അഴിമതിയും അക്രമവും കൊള്ളയും നിർത്തുക. അപ്പോൾ സ്വയം നന്നായിക്കോളും, ജനങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കൽ കൂടി ഈ വെല്ലുവിളി ഏറ്റെടുക്കുക. നന്ദി, നമസ്കാരം.